ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തെ പഠിച്ച അമ്മയെപ്പോലെ അമ്മമ്മയെപ്പോലെ എല്ലാവർക്കും വേണ്ടത് ഉണ്ടാക്കി കൊടുത്ത്, എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത്, പാത്രം കഴുകി വെച്ച് അങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു പണ്ട് തൊട്ടേ. അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ, ഇങ്ങനൊരു ഭീഷണിയായിരുന്നു എപ്പോഴും. ആ ഭീഷണിയിൽ പേടിക്കുന്ന ആളല്ല ഞാനെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്നൊരു വാശിയായിരുന്നു അന്ന്. കല്യാണം കഴിഞ്ഞാൽ അപ്പം എന്താ ചെയ്യുക? ഞാനൊരു ജോലിക്കാരിനെ വയ്ക്കും വീട്ടിൽ. അങ്ങനെയായിരുന്നു എൻ്റെ മറുപടി. ദോശ ചൂടാനും ഓംലെറ്റ് ഉണ്ടാക്കാനും എനിക്ക് ഇഷ്ടമായിരുന്നു. ചമ്മന്തി ഉണ്ടാക്കാൻ, എന്തെങ്കിലും സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന ആ രസം, അതൊക്കെ എനിക്കിഷ്ടമായിരുന്നു. ചെറുതാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കളപ്പുറത്തിരിക്കുന്ന ചെറിയ അമ്മിയിൽ ഒരു ഉള്ളിച്ചമ്മന്തി അരയ്ക്കുമായിരുന്നു. അത് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിൽ ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അച്ഛൻ ചോദിക്കും, ചമ്മന്തി അരയ്ക്കണ്ടോ? അപ്പോൾ എനിക്ക് തോന്നും, ഞാൻ ഉണ്ടാക്കണ അച്ഛന് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ പോയി ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് പുളിങ്ങയൊക്കെ എടുത്തിട്ട് അമ്മിയിൽ അരയ്ക്കാൻ തുടങ്ങും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലത്തെ വെയിലിൽ ചെറിയ അമ്മിയിൽ ചമ്മന്തി അരയ്ക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ചെയ്യണമെന്നായി. അപ്പോൾ എനിക്കതിനോടുള്ള ഇഷ്ടമൊക്കെ പോയി. ജോലി കിട്ടി വീടെടുത്ത് നിന്നപ്പോഴാണ് ഞാനെല്ലാം പഠിക്കാനും പരീക്ഷിച്ച് നോക്കാനൊക്കെ തുടങ്ങിയത്. എല്ലാം തെറ്റിപ്പോകുമ്പോൾ പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വീട്ടിലാവുമ്പോൾ പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. വീട്ടിലേതുപോലെ കറികൾ ഉണ്ടാക്കാമല്ലോ, അമ്മയൊക്കെ വെക്കുന്ന പോലെ, അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ കറികൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ. യൂട്യൂബിൽ കാണുന്ന ഏതൊക്കെയോ നാട്ടിലെ ഏതൊക്കെയോ വീട്ടിലെ കറികൾ ഉണ്ടാക്കണ്ടല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കും, പാചകം പഠിക്കാൻ പറയുന്നതിനുള്ള ഒരേ ഒരു കാരണം കല്യാണമല്ലാതായിരുന്നെങ്കിൽ ഭർത്താവിനെ പരിചരിക്കാനും ഭർത്താവിൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാനും മാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണമെന്നും പറയാതിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും നല്ല ജോലിയൊക്കെ കിട്ടി ഏതെങ്കിലും നാട്ടിൽ പോയി നിൽക്കുമ്പോൾ വീട്ടിലുണ്ടാക്കണമൊക്കെ തിന്നാൻ തോന്നിയാൽ ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും പ്രയാസമില്ലാതെ ഇഷ്ടത്തോടെ എല്ലാം ഉണ്ടാക്കി കഴിക്കായിരുന്നു. നല്ല ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ എല്ലാം ചെയ്ത് പഠിച്ചേനെ. എനിക്ക് വേണ്ടി മാത്രം എന്ന് തോന്നി പഠിച്ചേനെ. ഞാൻ മാത്രമല്ല,